ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിൽ. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതും മഹസറിൽ കൃത്രിമം കാട്ടിയതും സുധീഷ് കുമാറാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പോറ്റിക്ക് പാളികൾ കൈമാറുന്ന സമയത്ത് സുധീഷായിരുന്നു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ. സ്വർണം മോഷ്ടിക്കാൻ മുരാരി ബാബുവിനൊപ്പം ചേർന്ന ഇയാൾ സഹായം ചെയ്തെന്നും കണ്ടെത്തൽ. ദിസ്ന സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദിസ്ന, ഇതിപ്പോൾ മൂന്നാമത്തെ അറസ്റ്റാണല്ലോ. ഇതിൽ മുരാരി ബാബു അതോടൊപ്പം തന്നെ പോറ്റി, ഈ രണ്ടുപേരെയും SIT വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ സുധീഷിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അറസ്റ്റാണ് SIT സംഘം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഇതാ സുധീഷ് കുമാറിലേക്കും എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അല്പസമയത്തിനകം റാന്നി കോടതിയിലേക്ക് സുധീഷ് കുമാറിനെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ 2019 ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണമല്ല എന്നറിഞ്ഞിട്ടും ചെമ്പ് എന്ന് തന്നെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഈ സുധീഷ് കുമാർ എന്ന കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും അതിരാവിലെ വൈദ്യപരിശോധനയ്ക്ക് പുറത്തേക്ക് ഇറക്കിയിരുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി സുധീഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിയുള്ള ഒരു മൊഴിയെടുപ്പ് SIT സംഘം നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കോടതിയിലേക്ക് കൊണ്ടുപോകാനായി സുധീഷ് കുമാറിനെ പുറത്തിറക്കുമെന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി റാന്നി കോടതിയിൽ ഹാജരാക്കുവാനുള്ള നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. കൂടുതലായും എടുത്തു പറയേണ്ടത് ഇയാളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് തന്നെയാണ് ഗൗതം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റാന്നി കോടതിയിലേക്ക് ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് അന്വേഷണ സംഘം കൊണ്ടുപോകുമെന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഗൗതം, സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഇന്ന് രാവിലെയാണ് രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി സുധീഷിനെ റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ശേഷം ഇത് മൂന്നാമത്തെ അറസ്റ്റ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്.